പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിൽ ആത്മനാ നമുക്ക് ഭക്തിപൂർവം ആയിരിക്കാം. ആരാധനയുടെ ഒരു ഗീതം വ്യക്തിപരമായി ആലപിച്ചുകൊണ്ട് ഈ പ്രഭാഷണം ശ്രവിക്കുക. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തോത്രവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നോമ്പിൻ്റെ 2ാം ഞായറിലെ ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ഗർഭോ ഞായർ. ഈ ദിവസത്തെ വായനകളിൽ നിന്ന് 3 പ്രധാന ഭാഗങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം. 2 രാജാക്കന്മാർ 5:1-14 വരെ, ലൂക്ക 5:12-16 വരെ, റോമർക്കെഴുതിയ ലേഖനം 3:27-4:3 വരെ. ആദ്യം നമുക്ക് 2 രാജാക്കന്മാർ 5:1-15 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. കുഷ്ഠരോഗിയായ നാമാനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഈ വചനഭാഗത്ത് പ്രതിപാദിക്കുന്നത്. സിറിയയിലെ സൈന്യാധിപനായിരുന്ന നാമാൻ തൻ്റെ ഭാര്യയുടെ പരിചാരികയായ ഇസ്രായേൽക്കാരി പെൺകുട്ടി യാവേയുടെ പ്രവാചകനായ ഏലീഷായുടെ സൗഖ്യപ്പെടുത്താനുള്ള ശക്തിയെക്കുറിച്ച് പറഞ്ഞതു കേട്ട് തൻ്റെ രാജാവിനെ അറിയിച്ചു. രാജാവ് ഒരു കത്തുമായി നാമാനെ ഇസ്രായേൽ രാജാവിൻ്റെ പക്കലേക്ക് അയച്ചു. രാജാവ് വഴി നാമാൻ പ്രവാചകനായ ഏലീഷായുടെ ഭവനത്തിലെത്തി. അപ്പോൾ ജോർദാനിൽ പോയി കുളിച്ച് ശുദ്ധി വരുത്തുവാൻ ഒരു ദൂതൻ വഴി പ്രവാചകൻ അറിയിച്ചു. നാമാൻ കുപിതനായി മടങ്ങിപ്പോയി. അവൻ പറഞ്ഞു, ഏലീഷ എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നും കരം വീശി സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു. ദമാസ്കസിലെ അബാനായും ഫാർപ്പാറും ഇസ്രായേലിലെ നദികളേക്കാൾ ശ്രേഷ്ഠമല്ലേ? അവയിൽ കുളിച്ച് എനിക്ക് ശുദ്ധി പ്രാപിച്ചുകൂടെ? നാമാൻ്റെ ഈ പ്രതികരണം അദ്ദേഹത്തിൻ്റെ അഹന്തയും വിനയമില്ലായ്മയും വിശ്വാസക്കുറവുമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ നാമാൻ്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു, പിതാവേ, പ്രവാചകൻ ഭാരിച്ച ഒരു കാര്യമാണ് കൽപ്പിച്ചിരുന്നതെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ? അപ്പോൾ കുളിച്ച് ശുദ്ധനാകുക എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതൽ താല്പര്യത്തോടെ അങ്ങ് അത് ചെയ്യേണ്ടതാണ്. ഭൃത്യന്മാരുടെ നിഷ്പക്ഷമായ വിലയിരുത്തലും വിശ്വാസത്തോടെയുള്ള വിനീതവും വിവേകപൂർവവുമായ ഇടപെടലുമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഭൃത്യന്മാരുടെ വാക്കുകേട്ട് നാമാൻ ഏലീഷ കൽപ്പിച്ച പ്രകാരം ജോർദാനിൽ പോയി കുളിച്ചു. അപ്പോൾ കുഷ്ഠം മാറി, അവൻ ശുദ്ധനായി തീർന്നു. അങ്ങനെ അവൻ ദൈവമഹത്വം ദർശിച്ചു. ഉടനെ അവൻ ഭൃത്യന്മാരോടൊത്ത് ഏലീഷായുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഭൂമിയിൽ ഇസ്രായേലിൻ്റേതല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിലുള്ള വിശ്വാസം അവൻ ഏറ്റുപറഞ്ഞ് അവിടുത്തെ മഹത്വപ്പെടുത്തി. നാമാനെ സുഖപ്പെടുത്തുന്നതിലും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിലുള്ള വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിലും നാമാൻ്റെ ഭാര്യയുടെ പരിചാരികയായ അടിമ പെൺകുട്ടിയുടെയും നാമാൻ്റെ ഭൃത്യന്മാരുടെയും പങ്കിനെക്കുറിച്ച് ചിന്തിക്കുക. ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്ക 5:12-16 വരെയുള്ള വാക്യങ്ങൾ. ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തെത്തി സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. കർത്താവിൻ്റെ വാക്കും ദിവ്യ സ്പർശനവും കുഷ്ഠരോഗിയുടെ വിശ്വാസവുമാണ് അവനെ സുഖപ്പെടുത്തിയത്. അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ ശിഷ്യഗണത്തോടൊപ്പം യാത്രയിലായിരിക്കുന്ന യേശുവിൻ്റെ മുന്നിലേക്ക് ഒരു കുഷ്ഠരോഗി വന്ന് പ്രണമിക്കുക അസാധ്യമാണ്. യേശു ചെയ്തതുപോലെ അവനെ കൈ നീട്ടി സ്പർശിക്കുക അതിലും അസാധ്യം. കുഷ്ഠരോഗിയുടെ വിശ്വാസവും വിനയവും തുറവിയും യേശുവിൻ്റെ മുന്നിലെത്തി അവിടുത്തെ പ്രണമിക്കാൻ അവന് ധൈര്യം നൽകി. ഈ സുവിശേഷ ഭാഗം
നമ്മുടെ നിരന്തര ധ്യാനത്തിനായി 6 പ്രധാന ചിന്തകൾ നൽകുന്നു. 1. കുഷ്ഠരോഗിയുടെ വിശ്വാസവും വിനയവും തുറവിയും. 2. യേശുവിൻ്റെ കരുണയുടെ കരസ്പർശനം. 4. അനുതാപത്തോടും ഉറച്ച വിശ്വാസത്തോടും വിനയപൂർവം തന്നിലേക്ക് തിരിയുന്ന പാപിയുടെ മേൽ കർത്താവിന് കരുണ തോന്നാതിരിക്കില്ല എന്നതാണ് ഈ തിരുവചനം നൽകുന്ന മറ്റൊരു സന്ദേശം. 5. ഈ കുഷ്ഠരോഗി നാമാനിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടാണ് യേശുവിനെ സമീപിച്ചത്. സുഖം പ്രാപിച്ചതിന് ശേഷമല്ല അവൻ വിശ്വസിച്ചത്. അതിനാൽ ഉടനടി അവൻ ദൈവമഹത്വം ദർശിക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്തു. 6. നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുതെന്ന് യേശു അവനെ കർശനമായി താക്കീത് ചെയ്തിട്ടും താൻ അനുഭവിച്ചത് പ്രഘോഷിക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. അതിനാൽ യേശു വിജനപ്രദേശങ്ങളിൽ തങ്ങിയിട്ട് പോലും ജനങ്ങളെല്ലായിടങ്ങളിൽ നിന്നും അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഇന്നത്തെ ലേഖന ഭാഗം റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 27 മുതൽ 4:3 വരെ. ശ്ലീഹ പറയുകയാണ്, പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലല്ല, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്. ദൈവം യഹൂദരുടേത് മാത്രമല്ല, വിജാതീയരുടെയും ദൈവമാണ്. ദൈവം ഏകനാണ്. അവിടുന്ന് പരിച്ഛേദിതരെയും അപരിച്ഛേദിതരെയും അവരവരുടെ വിശ്വാസത്താൽ നീതീകരിക്കും. അബ്രാഹാം പ്രവർത്തികളാലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവന് അഭിമാനത്തിന് വകയുണ്ട്, പക്ഷേ ദൈവസന്നിധിയിലല്ലെന്ന് മാത്രം. വിശുദ്ധ ലിഖിതം പറയുന്നത് പോലെ അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അപ്പോൾ നിയമത്തെ വിശ്വാസത്താൽ അസാധുവാക്കുകയാണോ? ഒരിക്കലുമല്ല. നിയമത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഈ തിരുവചന ഭാഗങ്ങൾ നൽകുന്ന സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ ഇരുന്ന് ധ്യാനിക്കാം. ദൈവമേ, എൻ്റെ മനോഭാവം ഞാൻ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നാമാൻ്റേതുപോലെയാണ്. കർത്താവേ, അത് മാറ്റി ആ ഭൃത്യന്മാരുടെ മനോഭാവം രൂപപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ. സുവിശേഷത്തിലെ കുഷ്ഠരോഗി തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ് അങ്ങയെ സമീപിച്ചതുപോലെ നാഥ, ഉറച്ച വിശ്വാസത്തോടെ അങ്ങയെ സമീപിക്കാൻ പലപ്പോഴും എനിക്ക് സാധിക്കുന്നില്ല. തമ്പുരാനെ, എന്നെ വിശ്വാസത്തിൽ ബലപ്പെടുത്തണമേ. ഇസ്രായേലിൻ്റെ ദൈവം നാമാനെ സുഖപ്പെടുത്തിയതും യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതും തമ്മിൽ എത്ര വലിയ വ്യത്യാസമുണ്ട്. യേശുവേ, അങ്ങിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹമാണല്ലോ ഇത് സൂചിപ്പിക്കുന്നത്. കുഷ്ഠരോഗി തൻ്റെ ഉറച്ച വിശ്വാസത്താലേ അങ്ങയുടെ മഹത്വം ദർശിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തിയതുപോലെ എനിക്കും കൃപയരുളണമേ നാഥ. കർത്താവേ, നിൻ്റെ മഹത്വം ദർശിക്കാൻ എൻ്റെ മനോനയനങ്ങളെ നീ തുറക്കണമേ. അങ്ങയെ അനുഭവിച്ചറിയാനും പ്രഘോഷിക്കാനും വേണ്ട തീഷ്ണത നൽകി എന്നെ സഹായിക്കണമേ. കർത്താവേ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയുള്ള പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്. നാഥ, അങ്ങ് പരിച്ഛേദിതരുടെയും അപരിച്ഛേദിതരുടെയും ദൈവമാണ്. അവരവരുടെ വിശ്വാസത്താൽ അങ്ങ് മനുഷ്യനെ നീതീകരിക്കുന്നു. അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. നാഥ, ആഴമായ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നയിക്കണമേ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവമഹത്വം ദർശിക്കുവാൻ ഞങ്ങൾക്കിടവരട്ടെ. ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് തൃപ്പാദത്തിലിരുന്ന് ധ്യാനിക്കുക. ഓരോ കാര്യവും എടുത്തു പറഞ്ഞ് ഹൃദയപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസാമീപ്യം അനുഭവിച്ച് സ്നേഹപൂർവം തൃപ്പാദത്തിലിരുന്ന് ധ്യാനിക്കുക. അപ്പോൾ ദൈവ ചൈതന്യം നമ്മിൽ നിറയും. ആ രക്തസ്രാവക്കാരി സ്ത്രീയിലേക്ക് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെട്ടതുപോലെ
ജോഷുവ സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ കുമ്പിട്ട് കിടന്ന് ആത്മാവ് കുടികൊള്ളുന്നവനായി തീർന്നതുപോലെ അവിടുന്ന് നമ്മുടെ മേൽ തൻ്റെ ചൈതന്യം വർഷിക്കും. ഏകാഗ്രചിത്തരായി മൗനത്തിൻ്റെയും ഏകാന്തതയുടെയും ഹൃദയ നിശബ്ദതയിൽ അന്തരാത്മാവിനുള്ളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തോടൊത്ത് ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിൽ ആയിരിക്കാം. അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കാം. നന്ദിയോടെ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് ധ്യാനം അവസാനിപ്പിക്കുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമേൻ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.